ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ബഹുമാനീയരായ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ മഹാകരുണയാലും സ്നേഹത്താലും ഇന്ന് രാത്രിയിലും നമുക്ക് ഒരുമിച്ച് ദൈവവചനം പഠിക്കുവാനായി കർത്തൃപാദപീഠത്തിൽ ദൈവനാമത്തിൽ കൂടി വരുവാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് നൽകി. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവിക പരിപാലനം പല നിലകളിൽ അനുഭവിക്കുവാനായി ദൈവം നമ്മളെ സഹായിച്ചു. കഴിഞ്ഞ പകൽ മണിക്കൂറുകളിൽ ക്രിസ്തുവേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തിയ ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവവചന പഠനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ തലകളെ വണക്കി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രിക്കായി അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യും. തിരുവചനം പഠിക്കേണ്ടതിന് തിരുസന്നിധിയോടടുത്ത് വരുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകി. കഴിഞ്ഞ പകൽ മണിക്കൂറുകളിൽ അങ്ങ് ഞങ്ങളെ പരിപാലിച്ച വിധങ്ങൾക്കായി സ്തോത്രം. ഇന്ന് രാത്രി വലിയ ദൈവകൃപ ഞങ്ങളുടെ മേൽ പകർന്ന് ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കുവാൻ അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തണം. പരിശുദ്ധാത്മാവ് ഞങ്ങളെ വഴി നടത്തണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ താഴ്മയായി പ്രാർത്ഥിക്കുന്നു, കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. കർത്താവിന്റെ നാമത്തിൽ എഫേസ്യ ലേഖന പഠനത്തിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ലേഖനങ്ങളുടെ റാണി എന്ന് വിശേഷിക്കപ്പെടുന്ന എഫേസ്യ ലേഖനത്തിന്റെ 1 അധ്യായം 1 മുതൽ 4 അധ്യായം 3 വരെ 50 പാർട്ടുകളായി വിചിന്തനം ചെയ്യുവാനുള്ള ഭാഗ്യം, അതിനുള്ള സാഹചര്യങ്ങളും ദൈവം നമുക്ക് നൽകി. കർത്താവ് നമ്മളോട് കൂടെ ഇരുന്ന ദൈവവചനം നമുക്ക് പ്രകാശിപ്പിച്ചു തന്നു. ഇന്നു മുതലുള്ള ക്ലാസ്സുകൾ യൂട്യൂബിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. രഹബോത്ത് ഇന്റർനാഷണൽ അപ്പോസ്റ്റലിക് ചർച്ച് എന്ന് യൂട്യൂബിൽ അടിച്ച് കൊടുത്താൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. പ്രത്യേകമായി ദൈവമക്കൾ അതുകൂടെ ഓർക്കുവാനായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തും. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 4 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്നാണ് ഇന്ന് രാത്രിയിൽ നാം വിചിന്തനം ചെയ്യുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ആത്മാവിൻ്റെ ഐക്യത, സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുക എന്നുള്ള പ്രബോധനം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയും. ദൈവത്താൽ ദൈവസഭയ്ക്ക് ലഭ്യമായിരിക്കുന്ന ഐക്യത, യഹൂദനും ജാതിക്കും ക്രിസ്തുവിലൂടെ ലഭ്യമായി തീർന്ന ക്രിസ്തീയ ഐക്യത നഷ്ടപ്പെട്ടു പോകാതെ, ശിഥിലമായി പോകാതെ കാത്തു സൂക്ഷിക്കുവാനായി പരിശ്രമിക്കണമെങ്കിൽ ഐക്യത്തിൻ്റെ 7 ഘടകങ്ങൾ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഐക്യത്തിൻ്റെ 7 ഘടകങ്ങളാണ് 4 അധ്യായം 4 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് വരച്ചു കാട്ടുവാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്നാമത്തെ വിഷയം ഏക പ്രത്യാശ എന്നുള്ളതാണ്. വൺ ഹോപ്പ്
നമുക്കറിയാം, ദൈവസഭയിൽ കോടാനുകോടി അംഗങ്ങളുണ്ട്. യഹൂദന്മാരിൽ നിന്നും പുറജാതികളിൽ നിന്നുമുള്ള കോടാനുകോടി അംഗങ്ങൾ ദൈവസഭയിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ കോടാനുകോടി അംഗങ്ങൾക്കും അഥവാ ദൈവസഭയിലുള്ള ഓരോ വ്യക്തികൾക്കും പ്രത്യേകമായ പ്രത്യാശയല്ല, മറിച്ച് എല്ലാവർക്കും കൂടെ ഏക പ്രത്യാശയാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ആ ഏക പ്രത്യാശയെക്കുറിച്ചുള്ള വെളിപ്പാട് ഓരോ അംഗങ്ങൾക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു തിരിച്ചറിവ് ഓരോ അംഗങ്ങൾക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുയേശുവിനാൽ ലഭ്യമാക്കപ്പെട്ട ഐക്യത നിലനിർത്തണമെങ്കിൽ ഈ പ്രത്യാശയെക്കുറിച്ചുള്ള യഥാർത്ഥമായ തിരിച്ചറിവ് ദൈവമക്കൾക്ക് ആവശ്യമാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഏതാണ് ആ ഏക പ്രത്യാശ എന്നുള്ളത്? വീണ്ടും ജനനം പ്രാപിച്ച ദൈവസഭയുടെ അംഗങ്ങളായി തീർന്ന് ദൈവ വഴികളിൽ സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ പങ്കാളികളാകുമെന്നുള്ള പ്രത്യാശയാണ് ദൈവമക്കൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴേ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ശക്തി ദൈവസഭയിലുള്ള ഓരോ അംഗങ്ങളിലും വ്യാപരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ സജീവമായ പ്രവർത്തനങ്ങൾ ഓരോ ദൈവമക്കളിലും നിർവിഘ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്താൽ ദൈവമക്കൾ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ വിശുദ്ധീകരിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ മക്കൾ ആമേൻ അവരെ രക്ഷയിലേക്ക് നയിച്ചതിൻ്റെ അപൂർണത കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇപ്പോൾ നമ്മൾ ഭാഗികമായിട്ട് മാത്രമാണ് അനുഭവിക്കുന്നതെങ്കിലും ഭാവിയിൽ പൂർണ്ണ അളവിൽ അപൂർണ മഹത്വത്തിൽ നമ്മൾ വെളിപ്പെട്ടു വരുവാനിടയാകും എന്ന് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. 1 യോഹന്നാൻ 3-ാം അധ്യായം 2-ാം വാക്യം, അവൻ പ്രത്യക്ഷനാകുമ്പോൾ താൻ ഇരിക്കുന്നത് പോലെ നാമും തന്നോടുകൂടെ തൻ്റെ സ്വരൂപത്തോട് അനുരൂപമായി രൂപാന്തരപ്പെട്ട് തന്നോടുകൂടെ ഇരിക്കും. അങ്ങനെയുള്ള ഒരു വലിയ പ്രത്യാശ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വലിയ പ്രത്യാശയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്ന് ഇവിടെ വളരെ വ്യക്തമായി അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏക പ്രത്യാശയ്ക്കായി ദൈവത്തിൻ്റെ മക്കൾ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തിരുവെഴുത്തിൽ പഠിപ്പിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഒരു സ്ഥലത്തേക്കാണ് കടന്നു പോകുന്നത്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോടാണ് അനുരൂപരാകാൻ പോകുന്നത്. ആ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ അവർ പങ്കാളികളായി തീരുവാനിടയായിത്തീരും. ആമേൻ. ദൈവവചനം നമ്മളെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമത് ഇവിടെ പറയുന്നത്, സ്തോത്രം, ശരീരം ഒന്ന്, വൺ ബോഡി, ഏക ശരീരമാണ്. ശരീരം ഒന്നാണ്. ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സഭ സാർവത്രികമാണ്. ലോകം മുഴുവൻ
പടർന്ന് പന്തലിച്ചു കിടക്കുന്നതാണ്. ഈ സാർവത്രിക സഭ ഒന്നു മാത്രമാണ് എന്നാണ് വേദപുസ്തകം വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യം എന്നുള്ളത്. യഹൂദരും വിജാതീയരും അതിലൊന്നായി ചേർന്ന് ഒരു ശരീരമായിട്ട് മാറിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവസഭ എന്നുള്ളത്. ദൈവസഭയ്ക്കകത്ത് ഈ രണ്ട് വിഭാഗങ്ങളിൽ നിന്നും ക്രിസ്തുയേശുവിൽ വിശ്വസിച്ച് വീണ്ടും ജനനം പ്രാപിച്ച് രക്ഷ പ്രാപിച്ച് വന്ന ദൈവമക്കൾ ഉൾപ്പെട്ടിരിക്കുന്നു. അത് ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ചു കിടക്കുന്ന, സാർവത്രികമായി പടർന്ന് പന്തലിച്ചു കിടക്കുന്ന സഭയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, പെന്തക്കോസ്ത് മുതൽ ഉൽപ്രാവണം വരെയുള്ള സകല വിശുദ്ധന്മാരും ചേർന്ന സഭയാകുന്ന ശരീരം ലോകമെങ്ങുമുള്ള സകല വിശുദ്ധന്മാരും ഈ ഏക ശരീരത്തിലെ അവയവങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഏക ശരീരത്തിന്റെ അവയവങ്ങളാണ് ലോകമെങ്ങുമുള്ള സകല വിശുദ്ധന്മാർ. ഈ സഭയുടെ അംഗങ്ങളായി തീരാനാണ് ദൈവം നമുക്കും ഭാഗ്യം നൽകിയിരിക്കുന്നത് എന്ന് നാം അറിഞ്ഞിരിക്കണം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. ദൈവമോ തന്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറായി വച്ചിരിക്കുന്നു. ആമേൻ. ഈ ശരീരത്തിൽ വ്യത്യസ്തമായ അവയവങ്ങളുണ്ട്. വിശ്വാസികൾ സഭയാം ശരീരത്തിന്റെ അവയവങ്ങളാണ് എന്ന് തിരുവെടുത്ത് നമ്മളെ പഠിപ്പിക്കുക. 25, 26, 27 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. അതിനാൽ ഒരവയവം കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. ഒരവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കും. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളും ആകുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം വളരെ സ്പഷ്ടമായി പഠിപ്പിക്കുന്ന ഈ യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ദൈവസഭയ്ക്കകത്ത് കോടാനുകോടി വിശുദ്ധന്മാരുണ്ട്. ഈ സഭയാം ശരീരത്തിലെ അവയവങ്ങളാണ് ഓരോ ദൈവമക്കളും എന്നുള്ളത്. ഈ അവയവങ്ങൾ ചേർന്ന് വരുന്നതാണ് ശരീരം. ഒന്നോടൊന്ന് കണക്റ്റ് ആയിരിക്കും. ഏക ശരീരത്തിലുള്ള അവയവങ്ങളാണ്. അതുകൊണ്ട് അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വലിയ ദർശനം, ഈ ഒരു അവബോധം ദൈവസഭയിലുള്ള എല്ലാ ദൈവമക്കൾക്കും ഒരേപോലെ ഉണ്ടാകണമെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകുന്നു. ആമേൻ.
Praise the Lord. എല്ലാവരും തമ്മിൽ അവയവങ്ങളാകുന്നു എന്നവിടെ പറയുന്നു. ക്രിസ്തുവിൽ ഒരു ശരീരമാകുന്നു എന്നവിടെ പഠിപ്പിക്കുക. എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു ഒരു ശരീരമാണ്. ആ ശരീരത്തിലുള്ള വ്യത്യസ്ത അവയവങ്ങളാണ് ഓരോ ദൈവത്തിന്റെ മക്കളും. ഈ വെളിപ്പാട് ഓരോ ദൈവമക്കളും ഹൃദയത്തിൽ കരുതിക്കൊള്ളണം. അവിടെയാണ് ഈ ശരീരത്തിലുള്ള മറ്റ് അവയവങ്ങളെ സ്നേഹിക്കാനും ബഹുമാനിക്കുവാനും ആദരിക്കുവാനും ഒക്കെ നമുക്ക് കഴിയുന്നത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് ഇവിടെ പറയുന്ന വിഷയം, ഹല്ലേലൂയ, അവിടെ പറയുന്നത് ആത്മാവ് ഒന്ന് എന്നുള്ളതാണ്. വൺ സ്പിരിറ്റ്. ആത്മാവ് ഒന്ന് എന്നവിടെ പറഞ്ഞിരിക്കും. ദൈവസഭയാം ഏക ശരീരത്തിൽ വ്യാപരിക്കുന്നത് ഏകാത്മാവാണ്. പെന്തക്കോസ്തിൽ യെരൂശലേമിലെ യഹൂദ സമൂഹത്തിൽ നിന്നും കർത്താവിൽ വിശ്വസിച്ച വിശ്വാസികളിൽ വ്യാപരിച്ച അതേ ആത്മാവ് തന്നെയാണ് കൊർന്നലിയോസിന്റെ ഭവനത്തിൽ കർത്താവിൽ വിശ്വസിച്ച വിജാതീയരുടെ മേലും ആവസിച്ചത്. ആമേൻ. ഈ വലിയ തിരിച്ചറിവ് എപ്പോഴും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. 1 കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരാത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു എന്നവിടെ കാണും. ഈ ഭാഗത്ത് ഏക ശരീരവും ഏകാത്മാവും എന്ന ആശയം അപ്പോസ്തലനായ പൗലോസ് വ്യക്തമാക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളെ, അവയവങ്ങൾ പലതുണ്ടെങ്കിലും ശരീരം ഒന്ന് തന്നെയാണ്. ആമേൻ. അതുപോലെ ആത്മാവിന്റെ വിവിധ കൃപാവരങ്ങളുണ്ട്, എന്നാൽ ആത്മാവ് ഒന്ന് മാത്രമാണ്. ഏക ശരീരമായ സഭയിൽ ഏകാത്മാവ് പരിശുദ്ധാത്മാവാണ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് സഭയെ ചൈതന്യപ്പെടുത്തുന്നത്, സഭയെ മുന്നോട്ട് നയിക്കുന്നത്, സഭയ്ക്ക് വേണ്ട വചന വെളിപ്പാടുകൾ പ്രകാശിപ്പിച്ചു കൊടുക്കുന്നത്, സഭയെ മുന്നോട്ട് ചലിക്കുവാനുള്ള ശക്തി പ്രദാനം ചെയ്യുന്നത്, അതിനാവശ്യമായി ആത്മീക നന്മകളെ പ്രദാനം ചെയ്യുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് എന്ന് കാണുവാൻ സാധിക്കും. ഏക പ്രത്യാശയ്ക്കായി വിളിക്കപ്പെട്ട ദൈവമക്കൾ ഏക ശരീരമാണ് എന്ന വെളിപ്പാട് പ്രാപിക്കുകയും ഈ ശരീരമാകുന്ന സഭയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത്, വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത് ഏകാത്മാവാണെന്നുള്ള തിരിച്ചറിവും ബോധ്യതയും ദൈവമക്കൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. നാലാമത്തെ വിഷയത്തിലേക്ക് വരുമ്പോൾ, നാലാമത്തെ ഘടകം എന്താണെന്ന് ചോദിച്ചാൽ 4-ാം അധ്യായം അതിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സ്തോത്രം. അവിടെ പഠിപ്പിക്കുകയാണ്, കർത്താവ് ഒരുവൻ, വൺ ലോർഡ്. ഏക കർത്താവാണ് സഭയ്ക്കുള്ളത്. സ്തോത്രം. യവനമതത്തിൽ പല ദേവന്മാരും പല കർത്താക്കളും ഉണ്ടായിരുന്നു. ചക്രവർത്തി ആരാധന ശക്തമാക്കിയപ്പോൾ ചക്രവർത്തിയെയും കർത്താവെന്ന് വിളിക്കേണ്ടതായിട്ട് വന്നു. നിർബന്ധമായിരുന്നു ചക്രവർത്തിയെയും കർത്താവ് എന്ന് വിളിക്കണം.
ഈ നിയമം നിലവിലിരുന്ന ആ വേളയിൽ, ആ കാലഘട്ടത്തിൽ ക്രിസ്തീയ വെളിപ്പാട്, ദൈവിക വെളിപ്പാട് പ്രാപിച്ച ക്രൈസ്തവ വിശ്വാസികൾ, സ്തോത്രം, അവർ ഈ നിയമത്തെ അംഗീകരിക്കുവാൻ താല്പര്യപ്പെട്ടില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏക കർത്താവ് മാത്രമേ ഉള്ളൂ, അത് മറ്റാരുമല്ല, കർത്താവ് യേശു ക്രിസ്തുവാണ്. മറ്റൊന്നിനെയും അവർ കർത്താവെന്ന് വിളിക്കുവാനായിട്ട് താല്പര്യപ്പെട്ടില്ല. സ്തോത്രം, ഹല്ലേലൂയ. വിശുദ്ധ ലിഖിതങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 5-6 വാക്യങ്ങളിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. സ്തോത്രം. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിന് കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമും ആകുന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തു എന്ന ഏക കർത്താവ്. ക്രൈസ്തവ സഭയുടെ വിശ്വാസവും പ്രഖ്യാപനവും എന്ന് പറയുന്നത് യേശുക്രിസ്തു എന്ന ഏക കർത്താവിനെ കുറിച്ചാണ്. യേശുക്രിസ്തുവല്ലാതെ മറ്റൊരു കർത്താവിനെ അവർ അംഗീകരിച്ചിരുന്നില്ല, പ്രണമിച്ചിരുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇതേ പുസ്തകത്തിൽ തന്നെ 12-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നു: ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി ഒരു ഏറ്റുപറഞ്ഞാണ് വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ പേരാണ് കർത്താവ് അഥവാ കുരിയോസ്. ഗ്രീക്കിൽ അതാണ് പറയുന്നത് എന്ന് കാണുവാൻ സാധിക്കും. ആമേൻ. ആദിമ ക്രൈസ്തവ സഭ കർത്താവ് യേശുവിനെ കർത്താവ് ഏറ്റുപറയുമായിരുന്നു. അങ്ങനെ ഏറ്റുപറഞ്ഞാണ് ആദിമ ക്രൈസ്തവ സമൂഹത്തിലേക്ക് ദൈവജനം കടന്നു വന്നുകൊണ്ടിരുന്നത്. അതൊരു വിശ്വാസ പ്രമാണമായിരുന്നു. ഹല്ലേലൂയ. ക്രിസ്ത്യാനിത്വത്തിന്റെ തുടക്കം തന്നെ അവിടെയല്ലേ? കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നതിലൂടെ, ഏറ്റുപറയുന്നതിലൂടെയാണ് ക്രിസ്ത്യാനിത്വം ആരംഭം കുറിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്ന ഈ ആശയം നിങ്ങൾ ശ്രദ്ധിക്കുക. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന ഈ വെളിപ്പാട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയും. അങ്ങനെ ഏറ്റുപറയുന്നതിലൂടെ, യേശുവിനെ കർത്താവ് ഏറ്റെടുത്ത് അക്ഷരം കൊണ്ട് യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുന്നതിലൂടെയാണ് ജനങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ച് ദൈവസഭയുടെ അംഗത്വത്തിലേക്ക് കർത്താവിനാൽ പ്രവേശിക്കപ്പെടുന്നത്. വെളിപ്പാട് പുസ്തകം അതിന്റെ 17-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ കർത്താതി കർത്താവായി അവിടെ പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. സകല വിശുദ്ധന്മാരെ ഭരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന
ഏക കർത്താവാണ് കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു സഭയുടെ ശിരസ്സാണ്. സഭയിൽ ശുശ്രൂഷകന്മാരെ നിയോഗിക്കുന്ന നമ്മുടെ കർത്താവാണ്. സഭയെ പോറ്റി പുലർത്തുന്നത് നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. ഇങ്ങനെ സഭയ്ക്ക് ആവശ്യമുള്ളതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന, അതിന്റെ വളർച്ചയ്ക്ക് പരിപോഷണത്തിന് വേണ്ടത് എല്ലാം നൽകുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഭാവിയിൽ യേശു ക്രിസ്തു കർത്താവെന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവും ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം ആ വെളിപ്പാടാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസഭയിലുള്ള എല്ലാ ദൈവമക്കൾക്കും ഒരേപോലെ പറയാനായിട്ട് സാധിക്കും, ഞങ്ങൾക്ക് ഏക കർത്താവ് മാത്രമേയുള്ളൂ. ഹല്ലേലൂയ. ഏക കർത്താവ് യേശു ക്രിസ്തുവാണ് നമുക്ക് നിത്യജീവൻ നൽകിയത്, സഭയുടെ അംഗങ്ങളാക്കി നമ്മളെ മാറ്റിയത്, ദൈനംദിനം നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മെ പോറ്റി പുലർത്തുന്നത്. ഹല്ലേലൂയ. ആത്മീക ജീവിതത്തിൽ നമുക്ക് നിലനിൽപ്പിന് ആവശ്യമായതെല്ലാം നൽകി നമ്മെ പോറ്റി പുലർത്തുന്നത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവിക മർമ്മം ഇവിടെ പ്രഖ്യാപനം ചെയ്യുന്നതായി കാണുവാൻ സാധിക്കും. ദൈവത്തിന്റെ മക്കൾ വളരെ വ്യക്തമായി തിരിച്ചറിയണം, വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ചില വെളിപ്പാടുകൾ, അവരുടെ നടുവിൽ സംജാതമാക്കപ്പെട്ട ഐക്യത കാത്തു സൂക്ഷിക്കുവാൻ, നിലനിർത്തുവാൻ വേണ്ടി അവർ പ്രാപിക്കേണ്ട ചില പരിജ്ഞാനത്തിന്റെ സന്ദേശങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. സ്തോത്രം. അടുത്തതായി പ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കുന്നു, വിശ്വാസം ഒന്ന് എന്നവിടെ പറയുന്നു. സ്തോത്രം. ആമേൻ. ഏക പ്രത്യാശ, ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ. പിന്നെ പറയാണ് വിശ്വാസം ഒന്ന്, വൺ ഫെയ്ത്ത്. ഹല്ലേലൂയ. കർത്താവിനോട് നമ്മെ ബന്ധിപ്പിക്കുന്ന പ്രമാണം വിശ്വാസമാണ്. യഹൂദനും പുറജാതിക്കും ഇത് ഒന്നു മാത്രമാണ് പ്രമാണമായിട്ടുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. യഹൂദന്മാർക്ക് വേറെ, യവനന്മാർക്ക് വേറെ, അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. യഹൂദനായാലും പുറജാതിയായാലും വിശ്വാസത്താൽ കർത്താവിനെ അംഗീകരിക്കുന്നതിലൂടെ മാത്രമേ രക്ഷയിലേക്ക് നയിക്കപ്പെടുന്നു. യഹൂദനും യവനനും പ്രമാണം ഒന്നാണ് എന്ന് കാണുവാൻ സാധിക്കും. വിശ്വാസം ഒന്നാണ് എന്ന് തിരുവെടുത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 3-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അത് നമുക്ക് കാണാം. റോമാലേഖനം 3-ാം അധ്യായം 30-ാമത്തെ വാക്യം. ദൈവം ഏകനല്ലോ, അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെന്ന് പറയുന്നത് യഹൂദന്മാരാണ്, വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും പുറജാതികളെ വിളിക്കുക, നീതീകരിക്കും. യഹൂദന് നീതീകരിക്കപ്പെടണമെങ്കിലും പുറജാതിക്ക് നീതീകരിക്കപ്പെടണമെങ്കിലും വിശ്വാസം മുഖാന്തരമായിട്ട് മാത്രമേ നീതീകരിക്കപ്പെടുകയുള്ളൂ എന്നാണ് ദൈവവചനം ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് നമ്മെ രക്ഷിക്കുന്ന വിശ്വാസത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. രക്ഷിക്കുന്ന വിശ്വാസത്തെ കുറിച്ച് ഇവിടെ പങ്കുവയ്ക്കുക.
എന്നാൽ വിശ്വാസം ഒന്ന് എന്ന പ്രയോഗത്തിന് കുറച്ചും കൂടി ആഴമേറിയ അർത്ഥതലങ്ങളും കൂടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിശ്വാസ വിഷയം എന്ന അർത്ഥത്തിലും ഇത് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായിട്ട് യൂദായുടെ ലേഖനം 3-ാം വാക്യവും തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ വാക്യം, 4-ാം അധ്യായം 1-6 വാക്യങ്ങൾ, 6-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം, തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ വിശ്വാസ വിഷയങ്ങൾ, ഉപദേശ സത്യങ്ങൾ എന്നുള്ള കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ആമേൻ. ദൈവസഭയ്ക്ക് ഒരു ഉപദേശ സത്യമേ അതുകൊണ്ട് ഈ ആത്മാവിന്റെ ഐക്യത എന്ന് പറയുന്നത് സഭയ്ക്ക് വെളിയിലുള്ളവരോടുള്ള ഐക്യതയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഉപദേശ ഐക്യമുള്ള വ്യക്തികളുമായിട്ടുള്ള ഐക്യതയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വിശ്വാസത്തെയും വിശ്വാസ വിഷയങ്ങളെയും അവഗണിച്ചുകൊണ്ടുള്ള ഒരു ഐക്യമല്ല അപ്പോസ്തലനായ പൗലോസ് ഇവിടെ എടുത്തു പറയുന്നത്. ഐക്യതയുടെ അടിത്തറ എന്ന് പറയുന്നത് ദൈവവചനമാണ്. ആമേൻ. ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഉപദേശ സത്യങ്ങളിൽ ഉള്ള ഐക്യതയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസം ഒന്ന് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്ന കാര്യം വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കണം. ദൈവസഭയുടെ വിശ്വാസം വേദപുസ്തകത്തിൽ അധിഷ്ഠിതമാണ്, പാരമ്പര്യങ്ങളിൽ അധിഷ്ഠിതമല്ല. വേദപുസ്തകത്തിലെ ഉപദേശ സത്യങ്ങൾക്ക് വിരുദ്ധമായ പാരമ്പര്യങ്ങളെ ഒരിക്കലും എടുക്കുവാനായിട്ട് അംഗീകരിക്കുവാനായിട്ട് സാധ്യമല്ല. വേദപുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന ഉപദേശ സത്യങ്ങളിൽ അധിഷ്ഠിതമാണ് എന്നാണ് തിരുവെടുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളെ, ഐക്യത എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഉപദേശങ്ങളെ കാറ്റിപ്പറത്തി അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക എന്നുള്ള അർത്ഥത്തിലല്ല എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഉപദേശങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. വിശ്വാസ സത്യങ്ങളിൽ അധിഷ്ഠിതമായിട്ട് നാം നിലനിൽക്കുന്നവരായി മാറണം എന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപദേശ സത്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യം കൊടുക്കാതെ ആത്മലോകം അധപ്പതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉപദേശ സത്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ബൈബിൾ പഠനത്തിലൂടെ നമ്മളോട് ആഹ്വാനം ചെയ്യും. സ്തോത്രം. അടുത്തതായി നമ്മൾ കാണുന്നത് 6-ാമത്തെ വിഷയം എന്ന് പറയുന്നത് സ്നാനം ഒന്ന്, വൺ ബാപ്റ്റിസം എന്ന വിഷയം നമുക്ക് കാണുവാൻ കഴിയും. ക്രൈസ്തവ സഭയുടെ അടിസ്ഥാന വേദോപദേശങ്ങൾ വചനത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന അനുസരിച്ച് ആദ്യം വിശ്വാസത്താൽ നീതീകരണവും തുടർന്ന് ജലത്തിലുള്ള മുടുകൽ സ്നാനവും നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. ആമേൻ. യഹൂദന്മാർക്കും യവനന്മാർക്കും ഇതും രണ്ടു കൂട്ടർക്കും ഒരേപോലെ ബാധകമാണ്. യഹൂദന്മാർക്ക് പരിച്ഛേദനയും ജാതികൾക്ക് സ്നാനവും എന്നല്ല ഇവിടെ പഠിപ്പിക്കുന്നത്. ഇരു കൂട്ടർക്കും വീണ്ടും ജനനം പ്രാപിച്ച സഭയുടെ അംഗങ്ങളായി തീരുവാൻ ആഗ്രഹിക്കുന്ന ഇരു കൂട്ടർക്കും ഒരേപോലെ ബാധകമാണ് സ്നാനം എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇരുകൂട്ടരും വിശ്വാസത്തെ പരസ്യമായി ഏറ്റുപറയുന്നതിന്റെ അടയാളമാണ് ഒന്ന് മാത്രമാണ് സ്നാനം എന്നുള്ളത്. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു. മത്തായിയുടെ സുവിശേഷം 28:19
ഇതാ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഉള്ള മുടുകൽ സ്നാനമാണ്. അതാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്, നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. സ്തോത്രം. വിശ്വാസ സ്നാനം എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ്. രക്ഷിക്കപ്പെട്ടാൽ മതി സ്നാനപ്പെടേണ്ട കാര്യമെന്താ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാൻ മാമോദീസ സ്വീകരിച്ചിട്ടുണ്ട്, ശിശുസ്നാനം സ്വീകരിച്ചിട്ടുണ്ട്, ഇനി എന്തിനാ ഒരു സ്നാനം? സ്നാനം ഒന്നെന്നാണല്ലോ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അതിന് രണ്ടാമതൊരു സ്നാനത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവർ. പ്രിയമുള്ളവരെ, രണ്ട് സ്നാനമില്ല, ഒറ്റ സ്നാനമേ. പക്ഷേ ശിശുസ്നാനം വേദ പുസ്തകത്തിൽ വെളിപ്പെട്ട വെളിപ്പാടിൽ അധിഷ്ഠിതമല്ല. വേദപുസ്തകത്തിൽ ഒരു സ്ഥലത്തും ശിശുക്കളെ സ്നാനപ്പെടുത്തുന്നതായി കാണുന്നില്ല. അത് പിൽക്കാലത്ത് ക്രൈസ്തവ സഭയിലേക്ക് കടന്നുകൂടിയ ഒരു പാഷണ്ഡതയാണ്. വേദപുസ്തകത്തിൽ പറയുന്നത് വിശ്വാസ സ്നാനമാണ്. ഞാനിങ്ങനെ പറയാറുണ്ട്, ശിശുക്കളെ സ്നാനപ്പെടുത്താൻ പാടില്ല, മുതിർന്നവരെ സ്നാനപ്പെടുത്താൻ പാടില്ല. പിന്നെ ആരെ സ്നാനപ്പെടുത്തുന്നു? മനസ്സാന്തരപ്പെട്ട് കർത്താവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിയാണ് സ്നാനപ്പെടുത്തുന്നത്. അതാ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. സ്നാനത്തിന് സാധാരണയായി പറയുന്ന ഒരു പ്രയോഗമുണ്ട്, ജ്ഞാനസ്നാനമെന്ന്. ജ്ഞാനം പ്ലസ് സ്നാനം, ജ്ഞാനസ്നാനം. ജ്ഞാനം പ്രാപിച്ചവര് മാത്രമേ സ്നാനം സ്വീകരിക്കുവാൻ പ്രമാണമുള്ളൂ. അതാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശിശുസ്നാനം ദൈവവചനപ്രകാരമോ ദൈവമുമ്പാകെയോ അംഗീകരിക്കപ്പെടുന്ന ഒരു സ്നാനമല്ലാത്തത് കൊണ്ട് ദൈവവചനപ്രകാരമുള്ള ശരിയായ സ്നാനം ദൈവമക്കൾ സ്വീകരിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചവരായിരിക്കാം, പക്ഷെ സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ നിശ്ചയമായി കർത്താവ് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങൾ സ്നാനപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവചനം നമ്മളോട് പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമായി നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ജലസ്നാനം എന്നത് അപ്പോസ്തലിക ഉപദേശവും വിശ്വാസത്തിന്റെ പിന്നാലെ അനുഷ്ഠിക്കേണ്ട ഒരു കർമ്മവുമായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം 37-38 വാക്യങ്ങൾ, 9-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം, 10-ാം അധ്യായം 44-48 വാക്യങ്ങൾ, 16-ാം അധ്യായം 33-ാം വാക്യം, 18-ാം അധ്യായം 7-8 വാക്യങ്ങൾ, 19-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ഈ വാക്യങ്ങൾ എടുത്ത് നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്കത് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആമേൻ. അങ്ങനെയാണെങ്കിൽ ദൈവസഭയിലുള്ള എല്ലാ ദൈവമക്കളും സ്നാനപ്പെടണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കും. ആമേൻ. അപ്പൊ നിങ്ങളെല്ലാവരും സ്നാനപ്പെട്ടിരിക്കുന്ന ഒരു സ്നാനമാണ് എന്ന് പറഞ്ഞ് അവരെ ഉണർത്തുകയാണ്. രണ്ട് സ്നാനമല്ല, ഒറ്റ സ്നാനമാണ്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ഈ ഐക്യതയെ കാത്തു സൂക്ഷിക്കണം. സമാധാന ബന്ധത്തിൽ പരിശുദ്ധാത്മാവിന് ലഭ്യമായിരിക്കുന്ന ഈ ഐക്യതയെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് പ്രബോധിപ്പിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. സ്തോത്രം. അടുത്തതായി നമ്മൾ കാണുന്നത് അതിൻ്റെ എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു,
എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും പിതാവും ദൈവവുമായവൻ ഒരുവൻ. വൺ ഗോഡ് ആൻഡ് ഫാദർ ഓഫ് ഓൾ. ഇവിടെ ദൈവത്തെ കുറിച്ച് പറയുന്ന ശ്രദ്ധിക്കുക. എല്ലാവർക്കും മീതെയുള്ളവൻ, എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവൻ, എല്ലാവരിലും ഇരിക്കുന്നവൻ, എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ എന്നാണ്. പഴയ നിയമത്തിലെ അവസാനത്തെ പ്രവാചകനായ മലാക്കി പ്രവാചകന്റെ ഒരാശയധ്വനി ഇവിടെയുണ്ട്. മലാക്കി പ്രവചനം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. നമുക്കെല്ലാം പിതാവ് ഏകനല്ലോ, ഏക ദൈവമല്ലോ നമ്മെ സൃഷ്ടിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മക്കളെ ശ്രദ്ധിക്കുക. യഹൂദനും വിജാതീയനും ഒരേപോലെ യേശുക്രിസ്തുവിൽ കൂടി ഈ ദൈവത്തെ പിതാവായി അറിവാൻ ഇടയാകുന്നു. പല ദൈവങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്ന വിജാതീയരോട് പൗലോസ് പറയുകയാണ്, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണബോധനും നാം അവനായി വിളിക്കപ്പെട്ടവരുമാകുന്നു. സ്തോത്രം. അവനായി ജീവിക്കേണ്ടതുമാകുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 8-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മക്കളെ, ഈ 7 കാര്യങ്ങൾ, 7 ഘടകങ്ങൾ ദൈവമക്കൾ അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ് അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശ്വാസികളെ പ്രബോധിപ്പിക്കുന്നു. എന്നാണ് അതിന്റെ ലക്ഷ്യം? അവർക്ക് ലഭ്യമായിരിക്കുന്ന ഐക്യത അത് കാത്തു സൂക്ഷിക്കേണ്ടതിന് വേണ്ടി. ഹല്ലേലൂയ. ഈ തിരിച്ചറിവ് ദൈവസഭയിലുള്ള എല്ലാ അംഗങ്ങൾക്കും, ദൈവസഭയാം ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങൾക്കും ഒരേപോലെ ഉണ്ടാകണം എന്ന് നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഓ, എന്നൊരാത്മീക വെളിപ്പാടുകളാണ് പൗലോസ് ഇവിടെ കൈമാറുന്നത്. ഹല്ലേലൂയ. ഞാൻ ആ വിഷയങ്ങളെ ആവർത്തിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്തി നമ്മൾ അന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ മക്കളെ, ഏക പ്രത്യാശയ്ക്കായി വിളിക്കപ്പെട്ടവരാണ് നാം. ആമേൻ. ശരീരം ഒന്നാണ്, ആത്മാവ് ഒന്നാണ്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനമൊന്ന്. ഹല്ലേലൂയ. എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവനാണ്. അങ്ങനെയാണെങ്കിൽ ദൈവസഭയ്ക്കകത്ത് രക്ഷിക്കപ്പെട്ട അംഗങ്ങളായിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ തമ്മിൽ വേർവ്യത്യാസങ്ങൾ ഉണ്ടാകരുത്, വലിപ്പ ചെറുപ്പ ചിന്തയുണ്ടാകരുത്, ഉച്ചനീച വ്യവസ്ഥിതികൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകരുത്. ഹല്ലേലൂയ. യാതൊന്നിന്റെ പേരിൽ ദൈവസഭ വിഘടിക്കപ്പെടരുത്, അവയവങ്ങൾ തമ്മിൽ ഭിന്നിക്കരുത്. നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ ഐക്യത നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരായി ഈ ഭൂമിയിൽ ജീവിക്കണം. അങ്ങനെ നമ്മുടെ നടുവിലുള്ള ഐക്യത, നമ്മുടെ നടുവിലുള്ള ഈ ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട ഈ സമാധാനപൂരിതമായ അന്തരീക്ഷം മറ്റുള്ളവർ കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവിങ്കിലേക്ക് കടന്നു വരുവാനും ഇടയായിത്തീരണം. അതിനുവേണ്ടി നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ച്, നമ്മളെ തന്നെ താഴ്ത്തി നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കാം. ഈ ദൈവിക പരിജ്ഞാനത്തിന് വിരോധമായി എന്തെങ്കിലും സങ്കല്പങ്ങൾ നിങ്ങളുടെ ഉള്ളത്തിൽ ഉയർന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിനോടുള്ള അനുസരണത്തിൽ അതിനെ പിടിച്ചൊതുക്കി കർത്താവിന്റെ കരങ്ങളിൽ സമ്പൂർണമായി താഴ്ത്തി ദൈവം ആഗ്രഹിക്കുന്ന ഈ ദൈവിക പദ്ധതിയെ തിരിച്ചറിഞ്ഞ് സമാധാനത്തെ ബന്ധത്തിൽ ഐക്യത കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ ഒന്നടക്കാം. ഹല്ലേലൂയ.
ദൈവവചനത്തിന് മുമ്പാകെ ഒന്ന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിലും ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ വചനം വിചിന്തനം ചെയ്യുവാൻ അങ്ങ് നൽകിയ ഭാഗ്യത്തിനായി അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യും. കേൾക്കപ്പെട്ട വചനത്തിനു മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ദൈവസഭയിലെ അംഗങ്ങളായി തീരുവാനുള്ള ഭാഗ്യം കൃപയാൽ അങ്ങ് ഞങ്ങൾക്ക് ലഭിച്ചു. ഹല്ലേലൂയ. സഹവിശുദ്ധന്മാരുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം എങ്ങനെ കാത്തു സൂക്ഷിക്കണം, അതിന് ഞങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങൾ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഐക്യതയെ സംരക്ഷിക്കുവാൻ, കാത്തു സൂക്ഷിക്കുവാനുള്ള പ്രചോദനം ഇന്ന് രാത്രി ഞങ്ങൾക്ക് നൽകിയ സ്നേഹത്തിനായി സ്തോത്രം. അനൈക്യമുണ്ടാകുവാൻ, ഭിന്നതയുണ്ടാകുവാൻ ഇന്ന് സമ്മതിക്കണം. എല്ലാവരും ഉള്ളത്തിൽ ഈ വെളിപ്പാടുകൾ ശക്തിയോടെ വ്യാപരിക്കട്ടെ, കൃപ കൊണ്ട് നിറയപ്പെടട്ടെ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകിയതായ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വിനയമായി പ്രാർത്ഥിക്കുന്നു. കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവ സാന്നിധ്യം പിന്നെയും നിങ്ങളെ പിന്തുടരട്ടെ. ഗാഡ് ബ്ലസ് യു, ഗാഡ് ബ്ലസ് യു. ആമേൻ.